വന്നിട്ടില്ലായിരിക്കോ? ആ പൂച്ചയും കാണാനല്ലോ. ഏതെങ്കിലും കുറച്ചേരം നോക്കിട്ട് നമുക്ക് അങ്ങോട്ട് പോവാ. നിൽക്കണു മഞ്ഞസാരി. മാഷയുടെ മോളാണല്ലേ? അതെ. ഞാൻ ശേഖരൻ നായര്. ഹംസം. ആ നിൽക്കണാണ് നന്ദഗോപാലൻ. കഴിയുന്നത്ര ഞാൻ പറഞ്ഞു നോക്കി ചെക്ക് ഷർട്ടിടാൻ. അപ്പൊ ആള് വെള്ളം ചുപ്പിട്ടോട്ട് വരുന്നു. എന്താ ചെയ്യാ? പറഞ്ഞാ കേൾക്കണ സ്വഭാവം പണ്ടേ ഇല്ല. സാമമാഷ് പറഞ്ഞിണ്ടാവൂലേ? ഏത് സാമി മാഷ്? അമ്മേ ആനയെ കാണണെന്ന് പറഞ്ഞു. ഇനിയിപ്പോ ആനയെ കാണണ്ട, അമ്മയെ കണ്ടാ മതി. ഇവിടെ എന്താ പ്രശ്നം? ആ തലയ്ക്ക് സുഖമില്ലാത്ത ആളാൻ തോന്നുന്നു. നീ വാ. അപ്പൊ സാമിമാഷ് പറഞ്ഞ ആളല്ലേ? ഓരോരുത്തർക്കും ഓരോ അബദ്ധം പറ്റണതേ. എന്തായി? സൈരന്ത്രി എന്ന് വെച്ച് ചെന്നപ്പോ ബ്രഹന്തള കൂടെ ഒരു ആനക്കാരനും വഷളായി. ആ പൂച്ച വരട്ടെ, എന്നിട്ടാവും ബാക്കി പകർന്നാട്ടം. ഭഗവാനേ. സൂത്രം നമുക്ക് മാത്രമല്ലല്ലോ വശമുള്ളൂ. എന്നെ പറ്റിക്കാൻ അയാൾ ഇവിടെ വേഷം മാറി വന്നുകൂടാന്നില്ലല്ലോ, അല്ലേ കുട്ടിമാ? വെള്ളം എളി വെള്ളം എവിടെ പോയി? പോവാണോ? ബസ് വരാറായി. അത് പോയാ പിന്നെ 1 മണിക്കൂർ നിക്കണം. ഞങ്ങൾ പോണം. ഞാൻ വരാൻ ഇത്തിരി വൈകി പോയി. നന്ദോപാലിനെ കണ്ടുവോ? താനെന്തൊരു പൂച്ചയുടെ പൂച്ച. പറയണ വാക്കിന് വ്യവസ്ഥ വേണം. 2-ാം മൈലിലെ വളം അങ്ങോട്ട് തിരിഞ്ഞുട്ടേ പൊട്ടി ടയറേ. ഇപ്പതേ നേരെ ഇത്രയായി. മാഷയുടെ മകൾ ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. കണ്ടില്ലേ? കണ്ട് ഇളിഭരായി. 5 വയസ്സുള്ള ഒരു കുട്ടി. എവിടെ? ഒക്കത്ത്. അയ്യോ, 5 വയസ്സുള്ള കുട്ടി ഒക്കത്തോ? അപ്പൊ കുട്ടിയെ കണ്ടില്ലേ? ആനയെ കാണാൻ പോയിട്ട് അമ്മയെ കാണാൻ വന്ന കുട്ടി. അപ്പൊ പെൺകുട്ടിയെ കണ്ടില്ലേ? അത് അതെ ആ ബസ്സിൽ കയറുന്ന കുട്ടിയാണ്.